നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് നമ്മൾ യു എക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപരിചിതനായ ഒരു ആളാണ് നസീർ പെരുമ്പാവൂർ. കലാ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യം. നമുക്ക് നസീർ പെരുമ്പാവൂരിനെ പരിചയപ്പെടാം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് അവർ ടി വിയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ഓക്കെ, വളരെ സന്തോഷം. ഷാജിബായിനെ ഒരുപാട് ആളായിട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഒരു പരിപാടിക്ക് വിളിച്ചതിൽ തീർച്ചയായിട്ടും നമ്മുടെ കുറച്ച് അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാം. തീർച്ചയായിട്ടും. എനിക്ക് അതാണ് അറിയാനുള്ളത്. അതായത് എനിക്ക് നസീർ ഭായിയെ ഏകദേശം 15 വർഷമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ, ഒരു 15 വർഷത്തെ കണക്ഷനുണ്ട്. അപ്പോൾ ഈ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് യു എയിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ കലാമേഖലയിലോട്ട് അല്ലെങ്കിൽ സിനിമാ മേഖലയിലോട്ട് എത്തിയത്? അതാണ് എനിക്ക് ആദ്യം അറിയാനുള്ളത്. സിനിമാ മേഖലയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പം എൻ്റെ ഒരു 30 വർഷം തികയായി. കാരണം 96-ലാണ് ഞാൻ ഈ കുറച്ച് കല, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ഇതുണ്ടാവുമല്ലോ, പാഷനാണല്ലോ. ഒരു ഈ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ നമുക്ക് ആ ഒരു ഇത് നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സ്കൂളിലൊക്കെ നമ്മളിങ്ങനെ നാടകത്തിൽ അഭിനയിക്കുകയും മറ്റു പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇതിങ്ങനെ സ്കൂൾ തലം കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ നാട്ടിൽ സിനിമ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാ ഷൂട്ടിങ് ലൊക്കേഷനിലൊക്കെ പോയി കാണാം, ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് പരിചയപ്പെടാം, ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഷൂട്ടിങ് കണ്ടിട്ട് അതൊക്കെ ഭയങ്കര ഒരു നമ്മുടെ ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ 96-ൽ നമ്മുടെ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞിട്ട് മമ്മി സെഞ്ചുറി, മമ്മിക്കായിട്ട് നമ്മുടെ നാട്ടിലെ തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ പുള്ളിയായിട്ടുള്ള പരിചയത്തിൽ അതിലാണ് നമ്മളൊരു ചെറിയ വേഷമൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ കമ്പനിയായി പുള്ളിയായിട്ട് അതിൻ്റെ ആ ഷൂട്ടിങ്ങിൻ്റെ ഫുള്ള് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അന്നാണ് ജഗദീഷ് ചേട്ടനെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ മമ്മിക്കായിട്ട് ഇങ്ങനെ കൂടുതൽ അടുത്ത്, പിന്നെ മമ്മിക്കയുടെ തന്നെ വേറെ 2-3 പടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മമ്മിക്ക എന്നോട് ചോദിച്ചത്, നിനക്ക് സിനിമയിൽ അഭിനയിക്കുന്നതിലും നല്ലത് ഈ പ്രൊഡ്യൂസിങ്ങിലൊക്കെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഭദ്ര എന്ന് പറഞ്ഞ ഒരു ഹൊറർ മൂവിയാണ് ശങ്കരേട്ടൻ ജഗദീഷ് ചേട്ടനൊക്കെ അഭിനയിക്കുന്നത്. അങ്ങനെ ആ പടത്തിൽ പ്രൊഡ്യൂസറായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു 6ഓളം പടങ്ങൾ ചെയ്തു പ്രൊഡ്യൂസറായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ ആ കാലഘട്ടമൊക്കെ നമുക്ക് ഒരുപാട് ഇതായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും, ഈ സിനിമ എന്താന്നൊക്കെ നമ്മൾ പുറത്തു നിന്ന് കാണുന്നതല്ല, അകത്ത് ചെല്ലുമ്പോൾ കാണുന്നത്. അതിൻ്റെ ഒരു കഥ ആലോചിക്കുന്ന സമയം മുതൽ അതിൻ്റെ ഫസ്റ്റ് പ്രിന്റ് ആവുന്നവരെയുള്ള ഒരു ടെൻഷൻ എന്താന്നുള്ളത് ശരിക്കും മനസ്സിലായത് ആ ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞത്. പിന്നെ അവിടുന്ന് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്തു. അങ്ങനെയൊക്കെ കുറെ പടങ്ങൾ ചെയ്തു. അതിനുശേഷം പിന്നെ കാസറ്റ് ഫീൽഡിലേക്ക് പോയി. ഓഡിയോ ആൻഡ് വീഡിയോ ആൽബംസ്, അത് ഏകദേശം ഒരു 40ഓളം ആൽബംസ് ഒക്കെ ഇറക്കി. നാട്ടിലൊക്കെ നല്ല ക്ലിക്കായി പോയിട്ടിരുന്നതാണ്. പിന്നെ ഒരു കാലഘട്ടത്തിൽ ആ കാസറ്റിന്റെ ഒരു മാർക്കറ്റ് പോയോടുകൂടിയിട്ട് പിന്നെ ഡൗൺ ആയപ്പോ പിന്നെ അത് നിർത്തി. പിന്നെ 2006-ലാണ് ഞാൻ ഗൾഫിലേക്ക് വരുന്നത്. കാരണം ഈ അവിടുത്തെ കാസറ്റ് ഫീൽഡും ഇതൊക്കെ കുറച്ച് മോശമുള്ളൊരു സമയമായിരുന്നു, മാർക്കറ്റൊക്കെ കുറച്ച് ഡൗൺ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഗൾഫിലേക്ക് വന്നു. 2006-ലാണ് ഞാൻ ഇവിടെ വരുന്നത്. അവിടുന്ന് ഇപ്പൊ ഏകദേശം 20 വർഷം തന്നെയാണ് ഇപ്പൊ ഇവിടെ എത്തിയിട്ട്. ഈ അതായത് സിനിമ ഇതിൽ പ്രവർത്തിച്ചു, എന്നിട്ട് പ്രവാസിയായിട്ട് ഇവിടേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴും ശരിക്കും പറഞ്ഞാൽ നസീർ പെരുമ്പാവൂർ എന്ന് പറയുന്ന അങ്ങയുടെ മനസ്സിൽ കലയോട് വലിയ ആത്മബന്ധം കിടക്കുകയാണ്. അപ്പം പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുമാറി സഞ്ചരിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോഴും വീണ്ടും കലയിലോട്ട് തന്നെ കാലെടുത്ത് വെക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ പിന്നെ നമ്മൾ ഈ ഇതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെ തോന്നി. അങ്ങനെ നമ്മുടെ ഇവിടെ ഉള്ള 1-2 സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് നമ്മളിങ്ങനെ ഓരോ ഷോസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ ജഗദീഷ് ചേട്ടനെയും കലാഭവൻ നവാസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഷോ മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ട് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ അങ്ങനെ ഗ്യാപ്പിട്ട് കുറെ ഷോസ് ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ അബുദാബി മലയാളി സമാജം, അതിൽ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അബുദാബി മലയാളി സമാജത്തിന്റെ കമ്മിറ്റിയിൽ ഒരു 3 വർഷം ഇരിക്കാൻ കഴിഞ്ഞു, വെൽഫെയർ സെക്രട്ടറി ആയിട്ട്. അപ്പൊ ആ ഇരുന്ന സമയത്താണ് നമ്മൾ നാട്ടിൽ നിന്നിട്ട് ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ലേബേഴ്സിന്റെ മാതാപിതാക്കളെ ഗൾഫ് കാണിക്കുക എന്നുള്ളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ട് 10ഓളം ഫാമിലീനെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു.
അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി ഒരു വലിയൊരു ഇത് കിട്ടിയ ഒരു പബ്ലിസിറ്റി കിട്ടിയ ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ മലയാളി സമാജത്തിന്, കാരണം മലയാളി സമാജം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 56 വർഷമായിട്ട് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയിൽ ഒരു കമ്മിറ്റിയിൽ വരാനും ആ നമ്മളിരിക്കുന്ന കമ്മിറ്റിയിൽ ഒരു നമ്മുടെ കഴിവുകൾ തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരം പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞു. അപ്പോൾ അത് ഭയങ്കര എന്നെ സംബന്ധിച്ച് ഞാൻ എന്താണെന്നുള്ളത് നമുക്ക് ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അപ്പോൾ അത് മലയാളി സമാജത്തിനും എനിക്കും ഭയങ്കര ഒരു പബ്ലിസിറ്റി കിട്ടിയ കാര്യമാണ്. അതിന് സമാജ കമ്മിറ്റി ആ കാലത്തുണ്ടായ സമാജ കമ്മിറ്റി അംഗങ്ങളോടൊക്കെ ഉള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഓരോ ഈവൻറ്റ്സ് ചെയ്യുമ്പോഴും എനിക്കൊന്ന് മധു സാറിനോട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? മധു സാർ വന്നിട്ടുണ്ട്, പിന്നെ മറ്റേ നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ വന്നിട്ടുണ്ട്, ജി വേണുഗോപാല്, അതുപോലെ ഒരുവിധം ഗാനമേള ടീം ഒരുവിധം മാപ്പിളപ്പാട്ടിന്റെ ഒക്കെ എല്ലാവരും, കണ്ണൂർ ഷെരീഫ്, ഷാഫി കൊല്ലം, ഇരിഞ്ഞോളി മൂസ, അങ്ങനെയുള്ള ആ ഒരു ടീമുകളെല്ലാം വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജ് ഷോ ഇവിടെ കണക്ട് ചെയ്തു. രഹന, കണ്ണൂർ സീനത്ത്, അവരൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ സിനിമാ നടന്മാരായാലും ഒരുവിധം മലയാള സിനിമയിലെ ഒരുവിധം എല്ലാവരെയും കൂടെ വന്നിട്ടുണ്ട്. ബോബനാലമുടൻ, അതുപോലെ മറ്റേ അരിഷ് അശോകൻ, മറ്റേ നമ്മുടെ ദിനേശ് ചേട്ടൻ എൻ്റെ എല്ലാ പരിപാടികളിലും മാക്സിമം നമുക്ക് സപ്പോർട്ടായിട്ട്, കാരണം പുള്ളിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങണ സമയം മുതലുള്ള ബന്ധം. ഈ ജഗദീഷ് ചേട്ടന്, ദിനേശ് ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ ഒരു സഹോദരങ്ങളെ പോലെയാണ് നമ്മൾ കാണുന്നത്. കാരണം എന്ത് കാര്യങ്ങൾക്കും ഒരു വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് മറുപടിയും കാര്യങ്ങളും സഹായവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് വലിയൊരു നമുക്കൊരു സപ്പോർട്ടാണ് നമ്മുടെ വളർച്ചയിൽ, ഈ കലാജീവിതത്തിൽ അവരുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എൻ്റെ ഈ ഭദ്ര എന്ന് പറഞ്ഞ ഫിലിമിന്റെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു ദിനേശ് ചേട്ടൻ. അന്ന് സിനിമ പ്രൊഡ്യൂസിങ്ങും ഡിസ്ട്രിബ്യൂഷനും മാത്രമാണ് ദിനേശ് ചേട്ടൻ ഉണ്ടായത്. അപ്പൊ ആ സമയത്താണ് അവരൊക്കെ ആയിട്ടുള്ള ബന്ധം. അത് നമുക്ക് ഇതുവരെ നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ ജഗദീഷ് ചേട്ടനെ ഒരുപാട് ഷോയിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റി. ഇപ്പോഴും നമ്മളായിട്ടുള്ള ബന്ധമുണ്ട്. ഇനിയും പുതിയ ഷോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് നടന്മാരെ വേറെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അരിഷ് അശോകനായാലും ശങ്കരേട്ടൻ എൻ്റെ ഭദ്ര എന്ന് പറഞ്ഞ പടത്തിലെ നായകനായിരുന്നു. അങ്ങനെ ശങ്കരേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ അംബിക ചേച്ചി, നമ്മുടെ പഴയ നടി, 20-ാം നൂറ്റാണ്ട് രാജാവിന്റെ മകനിലേക്ക് നായിക, എവർഗ്രീൻ, അതൊക്കെ ഭയങ്കര എന്താണ് ശരിക്കും മൾട്ടിനാഷണൽ, അതായത് വ്യത്യസ്തമായ ഭാഷകളിൽ അഭിനയിക്കുകയും ഏറ്റവും കൂടുതൽ നല്ല പേരെടുത്ത ഹീറോയിനാണ്. അതുപോലെ നമ്മുടെ മരിച്ചുപോയ കവിയൂർ പൊന്നമ്മ ചേച്ചി, അവരൊക്കെ ആയിട്ട് നല്ലൊരു എന്താ. അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്വാസിക, അനാർക്കലി മരക്കാര്, മാളവിക മേനോൻ, അനു സിത്താര, അങ്ങനെ കുറേയധികം എനിക്ക് തോന്നുന്നു 100-ൽ കൂടുതൽ ഷോ ഇവിടെ സ്റ്റേജ് ഷോ ചെയ്ത് കഴിഞ്ഞു. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഷോസ് ചെയ്ത് അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം ഏതൊക്കെ അസോസിയേഷന്റെ ഏതൊക്കെ പൊസിഷനിലുണ്ട്? ഞാനിപ്പം മലയാളി സമാജത്തില് മറ്റേ കോർഡിനേഷൻ കമ്മിറ്റിയിലുണ്ട്. അതോടൊപ്പം തന്നെ ദർശന സംസ്കാര വേദി എന്ന് പറഞ്ഞാൽ 18 വർഷമായിട്ടുള്ള കൂട്ടായ്മയാണ്. അബുദാബിയില് അത്യാവശ്യം എല്ലാ മേഖലകളിലും, കലാ സാംസ്കാരിക മേഖലകളിലും എല്ലാം, കായിക മേഖലകളിലും എല്ലാം നമ്മളാൽ കഴിയുന്ന ഒരു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ദർശന കലാ സംസ്കാര വേദി അബുദാബി. അപ്പൊ അതിന്റെ ഇപ്പൊ ഒരു 5 വർഷമായിട്ട് പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാടിന്റെ ഒരു അസോസിയേഷൻ, അത് UAE അടിസ്ഥാനത്തിലാണ്. പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ UAE എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു 6 വർഷമായിട്ട് അതിന്റെ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ ഈ കലാകാരന്മാർക്കൊക്കെ ഒരു അവസരം നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ 2 വർഷം മുമ്പ് വേൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ രക്ഷാധികാരി ദിനേശ് ചേട്ടനാണ്. അതില് ഈ പറഞ്ഞ അതിന്റെ ചെയർമാനാണ്. അപ്പൊ അതിന്റെ കഴിഞ്ഞ വർഷം നമ്മുടെ ശങ്കരേട്ടനൊക്കെയാണ് അതിന്റെ സ്വാസിയൊക്കെയാണ് ഗസ്റ്റായിട്ട് വന്നത്. ഈ വർഷം നമ്മുടെ അംബിക ചേച്ചിയും ദിനേശ് ചേട്ടൻ, പിന്നെ നമ്മുടെ ഷാഫി കൊല്ലം, അങ്ങനെ പിന്നെ നമ്മുടെ അൻസാർ ഇസ്മായില്, അങ്ങനെ കുറെ പേരൊക്കെ ഈ തവണ വന്നു. അത് നമ്മുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു അവസരം കൊടുക്കുക. കാരണം കഴിവുണ്ടാവും, പക്ഷെ അവർക്കൊന്നും അവസരങ്ങൾ കിട്ടുന്നില്ല. അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനായിട്ട് ഒരു അവസരങ്ങൾ കിട്ടാതെ നിൽക്കുന്ന കലാകാരന്മാർക്ക് അവർക്കൊരു വേദി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്
വേൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കൂട്ടായ്മ ഉണ്ടാക്കിയത്. ഈ സംഘടനയിലേക്ക് ഇപ്പം ഒരു സാധാരണ ഒരു കലാകാരന് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി എന്താണ് മാർഗം? ഇപ്പം ശരിക്കും അബുദാബിയിൽ അല്ലെങ്കിൽ ഷാബിയയിലോ ഷഹാമയിലോ അല്ലെങ്കിൽ അലയിലോ ഉള്ള ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന പെൺകുച്ചോ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പം നമ്മളെ എല്ലാ സോഷ്യൽ മീഡിയയിലും അത്യാവശ്യം നമ്മൾ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മകളുടെയൊക്കെ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അങ്ങനെ എല്ലാത്തിലും ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ മെസ്സേജ് വിടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബന്ധപ്പെടാൻ പറ്റും. അതല്ലാതെ ഒരുവിധം അബുദാബിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ യു എയിലുള്ള ഒരുവിധം കലയായിട്ട് കൂടുതൽ അടുപ്പമുള്ള ഒരുവിധം എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടാലും എൻ്റെ നമ്പർ കിട്ടാൻ അത്ര പാടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കഴിവ് എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള അവസരം കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കലാമേഖലയിൽ പ്രവർത്തിച്ച് ഒരുപാട് വർഷങ്ങളുടെ അനുഭവങ്ങളുള്ള ഒരുപാട് വർഷം ആ ഒരു മേഖലയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച കലാകാരന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആദരവ് കിട്ടാന്ന് പറയുമ്പോൾ അവരുടെ ഈ 20 വർഷം 30 വർഷം 50 വർഷമൊക്കെ ഈ കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ച് അവർ ഇങ്ങനെ ഇപ്പോൾ ഒരു വർക്ക് കുറച്ച് ഇപ്പോൾ അവർ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് കിട്ടുമ്പോൾ ഒരു ആദരവ് കിട്ടാന്ന് പറയുമ്പോൾ അതിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്നത് തന്നെയൊക്കെ 100 ഇരട്ടി സന്തോഷമായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു അവാർഡിന്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് അവർക്ക് ഒരു പുറം രാജ്യങ്ങളിലൊക്കെ വന്ന് 2-3 ദിവസം ഒരാഴ്ചയൊക്കെ തങ്ങി അവർ മനസ്സൊക്കെ ഒന്ന് നല്ല സന്തോഷമാക്കി പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് വളരെ എനിക്കത് മനസ്സിലായത് ഈ നമ്മളിപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വിളിച്ചു വന്ന ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളോട് പറയുന്ന വാക്കുകളാണ്. കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ലല്ലോ. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സമയത്ത് നല്ല തിരക്കുള്ള മനുഷ്യരായിരുന്നു. ആ തിരക്കിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഇതുപോലെ ഇപ്പം നസീറിനെ പോലുള്ള ആ ഒരു നല്ല മനസ്സുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും അവരെ ആദരിക്കാനും ഒക്കെ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വളരെ വലിയ കാര്യമാണ്. അത് എല്ലാവരും ചെയ്യുന്നില്ല. തീർച്ചയായും അത് നല്ലൊരു ഇത് തന്നെ. അത് അങ്ങനെ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കണം. ഒന്ന്, കലയെ ജനങ്ങളിലേക്ക് എത്തിക്കുക, കലയെ പ്രോത്സാഹിപ്പിക്കുക, അതോടൊപ്പം തന്നെ കലാകാരന്മാർക്ക് ഒരു അവസരം കൊടുക്കുക, അതോടൊപ്പം തന്നെ കലയിൽ കഴിവ് തെളിയിച്ച ആളുകളെ ആദരിക്കുകയും ചെയ്യുക. അങ്ങനെ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വേൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്നുള്ള കൂട്ടായ്മ ഉണ്ടാക്കിയാണ്. അത് വേൾഡ് വൈഡ് ഒരുപാട് ആളുകൾ അതിൽ മെമ്പർമാരാണ്. അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് പേജ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ നമ്മളത് അവരായിട്ട് ബന്ധപ്പെടും. അവരുടെ കഴിവ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് ഒരു അവസരം കൊടുക്കും. അപ്പോൾ അത് അങ്ങനെ പോകണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ നാടിൻ്റെ കൂട്ടായ്മ പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ, അതോടൊപ്പം തന്നെ അബുദാബിയിൽ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് ദർശന കലാസംസ്കാര വേദി. അപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ കുറച്ച് നാളെ ഈ ലോകത്തുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ള. അല്ല ഒരുപാട് കാശുണ്ടാക്കുക, ഒരുപാട് കെട്ടിപ്പിടിച്ചെടുക്കുക, അതൊന്നുമല്ല എൻ്റെ ഒരു ഫാഷൻ എന്ന് പറയുന്നത്. മാക്സിമം നമ്മുടെ കഴിവുകൾ തെളിയിക്കുക, എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. അത് ഏതൊക്കെ രീതിയിലാണ്, ഒരു ഫോൺ കോളിൽ സഹായം ചെയ്യാൻ പറ്റും, സാമ്പത്തികമായിട്ടും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളുണ്ടാവും. അപ്പോൾ പല രീതിയിലുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഒരാൾക്ക് ഒരു ദിവസമെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം നല്ലൊരു ഇതാണ്. ഞാൻ അതിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 20 വർഷം ഇവിടെ വന്നിട്ട് ഞാൻ വന്ന സമയത്തൊക്കെ എൻ്റെ ഒപ്പം വന്ന ഒരുപാട് പേര് ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ഉയർച്ചയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അന്നും ഇന്നും ആ ഒരു ഇതിൽ കൂടെ പോകുന്ന ഒരാളാണ്. നമുക്ക് ജീവിക്കാൻ ദൈവം തന്നിട്ടുണ്ട്, പഠിച്ചത് തന്നിട്ടുണ്ട്, അത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായങ്ങൾ ചെയ്ത്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര ഒരു കലാകാരനാകണമെന്ന ഒരു ആഗ്രഹം ഉണ്ടായ ആളാണ്. പക്ഷെ അഭിനയിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് സത്യത്തിൽ നമ്മൾ ഈ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നത്. പക്ഷെ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് അതങ്ങോട്ട് അത്ര അങ്ങോട്ട് പറ്റുന്നില്ല. എന്നാലും നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ ട്രൈ ചെയ്ത് കുറച്ച് ചെറിയ ചെറിയ സീനുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് തൽക്കാലം സ്ലോ ആക്കിയിട്ട് അതിൻ്റെ ഒരു ബാക്കിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമയുടെ ബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡാണല്ലോ. അപ്പോൾ ആ സൈഡിലേക്ക് പോയപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി. പിന്നെ ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ ആ ഒരു അനുഭവ സമ്പത്താണ് എനിക്കിപ്പോൾ ഈ ഇവിടെ ഗൾഫിൽ ഇത്രയും ഷോസൊക്കെ ചെയ്യാൻ കിട്ടിയ ഒരു ഊർജം എന്ന് പറയുന്നത്. ആ നാട്ടിൽ നിന്നിട്ട്
പ്രവർത്തിച്ച ആ ഒരു സിനിമയിലെ പ്രൊഡക്ഷൻ സൈഡ് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കിപ്പോൾ ഇവിടെ ഇത്രയും പരിപാടികളൊക്കെ ചെയ്യാൻ കിട്ടുന്ന ഒരു നമ്മുടെ ആ റൂട്ട് അതാണ്. ആ ഒരു അവിടുന്ന് കിട്ടിയ ഒരു സമ്പാദ്യമാണ് ആ ഒരു അനുഭവം നമുക്കിവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒരുപാട് നല്ല സൗഹൃദങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട്. അതെ, ഈ ഒരു ഇതിലൂടെ വന്നതുകൊണ്ടാണ് നമുക്കത് സാധ്യമായത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇത് കഴിയുമ്പോഴും, ഓരോ ഷോ കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, ഞാൻ ഇതുവരെ എത്തി, ഇനി അടുത്ത് ഇന്നതിലേക്ക് പോകണം. അങ്ങനെ എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് മനസ്സിൽ കണ്ടു വെക്കുന്നത്? മനസ്സിലേക്ക് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഷോസൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ടുള്ള ഓരോ വർക്കുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യം താമസിയാതെ തന്നെ ഒരു മെഗാ ഷോ ഉണ്ടാവും. അത് അത്യാവശ്യം യുഎയിലെ ഏറ്റവും വലിയൊരു സ്റ്റേജായിരിക്കും. നല്ലൊരു ഷോ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടു കൊടുക്കണം. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് കാര്യമായാലും, എന്ത് ജോലിയായാലും, ഒരു ചെറിയ ജോലിയായാലും വലിയ ജോലിയായാലും നമ്മൾ നമ്മുടെ റൂട്ട് കറക്റ്റായിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും സ്ട്രൈറ്റ് ആണെങ്കിൽ നമുക്ക് പേടിക്കണ്ട. അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ധൈര്യമായിട്ട് കയറി ചെല്ലാം. നമ്മുടെ ആ ഒരു ഇപ്പം എനിക്ക് ഇത്രയും ഷോ ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഒരു ഗ്ലാമർ കണ്ടിട്ടൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആ ഒരു സ്പോൺസേഴ്സിനോടും നമ്മൾ കൊടുക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നല്ല രീതിയിൽ നമ്മൾ അവർക്ക് അവരുദ്ദേശിക്കുന്ന തലത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്യണം. ആ അവരുടെ സ്പോൺസേഴ്സിൻ്റെ ഒരു സപ്പോർട്ടാണ് നമ്മൾ വീണ്ടും ഇത്രയും ഷോസ് ചെയ്യാൻ കിട്ടുന്നൊരു എൻ്റെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് അതാണ്. അതായത് ഇത്രയും ബന്ധങ്ങൾ ഇത്രയും വർഷം കൊണ്ട് യുടെ പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് വലിയ വലിയ ബിസിനസ്സുകാരും സാധാരണക്കാരും മുതൽ എല്ലാ മേഖലയിലുള്ള ആളുകളായിട്ടും നമുക്ക് ഇടപഴകാനും അവരായിട്ട് സംസാരിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിപ്പച്ചെറുപ്പമില്ലാതെ നസീർ ഭായിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായിട്ടും ഒരു സൗഹൃദത്തോടെ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ പേരിൽ തന്നെ നമ്മുടെ പ്രേം നസീർ സാറുമായിട്ട് കണക്ട് ചെയ്തുള്ള പേരാണ്. അതിൻ്റെ ഒരു ഇത് ഡീറ്റെയിൽ പറയാമോ? നസീർ സാറായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ചെറുപ്പത്തിലൊരു എനിക്ക് തോന്നണ ഒരു 8 വയസ്സ് ആ സമയമൊക്കെയാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞങ്ങളുടെ നാട്ടിൽ സാർ ഒരു ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പ്രചാരണം നടത്താനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദർ എന്നെ കൈമ പിടിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ റോട്ടിൽ നിന്നിട്ട് സാറിങ്ങനെ തുറന്ന ജീപ്പിൽ പോണ സമയത്ത് സാർ അപ്പോൾ ഇങ്ങനെ പയ്യെ മൂവ് ചെയ്യണ സമയത്ത് സാറിൻ്റെ അടുത്തേക്ക് എന്നിട്ട് എന്നെ ഇങ്ങനെ എടുത്ത് സാറിനെ കൊണ്ട് കൈ തരയൊക്കെ ചെയ്യിച്ച ആ ഒരു ഓർമ്മ ഇന്ന് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസീർ സാറിൻ്റെ വലിയ ഒരു ഫാനായിരുന്നു. അപ്പോൾ നസീർ സാറിൻ്റെ ഏത് പടം റിലീസ് ഉണ്ടെങ്കിലും അന്ന് ജോലി മറ്റൊക്കെ മാറ്റി വെച്ച് തിയേറ്ററിൽ പോയിട്ട് അന്നത്തെ ക്യൂ നിന്ന് ഇടിയൊക്കെ കൊണ്ട് സിനിമ കാണുന്ന ആ ഒരു കാലഘട്ടം. അപ്പോൾ അന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് പുഴ അന്ന് ആലുവയിലാണ് ഞങ്ങളുടെ തറവാട്. അപ്പം ആ തറവാട്ടിൽ പുള്ളി പുഴ അന്ന് വഞ്ചിയും ഇതൊക്കെ കുറവാണല്ലോ. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ വഞ്ചിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പുഴ നീന്തി കടന്നിട്ട് സിനിമക്ക് പോയി രാത്രി തിരിച്ചു തന്നെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടമാണ് പുള്ളി ഇങ്ങനെ ഞാൻ ജനിച്ച സമയത്ത് ആ സാറിൻ്റെ ഒരു പേര് അതിൽ കമ്മിറ്റ്മെൻറ്റ് പുള്ളിക്ക് നസീർ സാറിനോടുള്ള ഒരു സ്നേഹമാണ് എന്നിലൂടെ കാണിച്ചത്. അതായത് ഒരു മകന് സാറിൻ്റെ പേരിടണമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് എനിക്ക് നസീർ എന്നുള്ള പേര് വന്നത്. ആ പേര് എനിക്കും എൻ്റെ ജീവിതത്തിൽ അതൊരു നല്ല ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് നമുക്ക് പല സ്ഥലങ്ങളിലും ആ ഒരു പേര് കൊണ്ട് കിട്ടിയ സന്തോഷം ഒരുപാടുണ്ട്. അതോടൊപ്പം തന്നെ സാറിനെ നേരിട്ട് കാണാനും പിന്നെ ഞാനിപ്പോൾ ഈ അടുത്തിടക്കും സാറിൻ്റെ ഖബറിൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവിടെ ചിറയൻകീഴ് പള്ളിയിൽ പോയിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുവിധ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അത്ര ഒരു ഇഷ്ടമുള്ളൊരു ഇതാണ്. എൻ്റെ ഫാദറാണ് അതിന് കാരണം. ഫാദറിൻ്റെ ഇഷ്ടമാണ് നമ്മളിലൂടെ അങ്ങനെ വന്നത്. തീർച്ചയായിട്ടും. അപ്പം അത് ഭയങ്കര സന്തോഷം തന്നെ കാര്യം തന്നെ. ഞാനത് എനിക്ക് ഇടയ്ക്ക് എന്നോട് ആരോ പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കാൻ. തീർച്ചയായിട്ടും സത്യം തന്നെയാണ്. പിന്നെ ഈ ഓരോ ഷോ കഴിയുമ്പോഴും നമുക്ക് പുതിയ പുതിയ ഇതിനോട്ടുള്ള ആശയങ്ങൾ വരും. നമ്മളെ കൂടെ കുറേ പുതിയ ആൾക്കാർ ജോയിൻ ആവുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇവരെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്താണോ അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഞാൻ സിനിമ ചെയ്ത കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എനിക്ക് ഒത്തിരി ബന്ധങ്ങൾ എൻ്റെ ഒരു
ഈ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് എനിക്ക് തന്നെ എണ്ണിയാൽ തീരുവില്ല, അത്രയും സുഹൃത്ത് ബന്ധമുണ്ട്. ഏത് മേഖല എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ നമുക്ക് കണക്റ്റഡ് ആണ്, എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഇന്ന് വരെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നാലും മാറിയിരിക്കുന്ന പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. എവിടെ ചെന്നാലും നമുക്കൊരു സീറ്റ് ഉണ്ട്, എവിടെ ചെന്നാലും ധൈര്യമായിട്ട് കയറി പോവാം. അപ്പോൾ അതൊക്കെ ഒരു ഇതേപോലുള്ള സുഹൃത്ത് ബന്ധം കൊണ്ട് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ ഒരിക്കലും ഒരാൾ നശിക്കരുത്, ആ ഒരു നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ അവർ നമ്മളായിട്ട് ബിസിനസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ചെയ്യേണ്ട എന്നൊന്നും ഒരിക്കലും ചിന്തിക്കാറില്ല. നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവരെ കൈപിടിച്ച് കയറ്റി നമ്മളെക്കായും മുകളിലേക്ക് കയറ്റി വിടാനാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, ഇനിയും ചിന്തിക്കുള്ളൂ. അങ്ങനെ തന്നെ. കാരണം ഏതൊരാൾ എന്നെ പരിചയപ്പെട്ട് എൻ്റെ കൂടെ വന്നാലും ഒരിക്കലും അവരുടെ ബാക്കിലേക്ക് അവർക്ക് എന്നിൽ നിന്നിട്ട് ഒരിക്കലും ഒരു റിമാർക്ക് പറയാനുണ്ടാവില്ല. അവരുടെ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുണ്ടാവുക. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പിന്നെ മിമിക്സ് ചെയ്യോ? മിമിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെ ഈ കലയൊക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞില്ല. അപ്പം നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ഈ അഭിനയം പോലെ തന്നെ, ഈ പ്രൊഡക്ഷൻ പോലെ തന്നെ ഒരു കലയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നല്ലാതെ വലിയൊരു സംഭവം ഒന്നുമല്ല. പിന്നെ 1-2 വേദികളിലൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ട്രൈ ചെയ്താൽ നോക്കാം. പിന്നെ നസീർ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് നസീർ സാറിൻ്റെ തന്നെ ഒരു സൗണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കുറേ ആയി ചെയ്തിട്ടുണ്ടല്ലോ. ഈ മണ്ടിപ്പെണ്ണി ഒന്നിച്ചിരിക്കൂ, അങ്ങനെയല്ല, ഇങ്ങനെ ഈ പുലിക്കുട്ടിയോട് ജയിക്കാനുള്ള ശക്തി തരൂ അമ്മേ. ജസ്റ്റ് ഞാൻ ഒരു ഇത് പറഞ്ഞോളൂ, നമ്മളങ്ങനെ റിഹേഴ്സലൊന്നും എടുക്കാറുണ്ട്. കുഴപ്പമില്ല. അതുപോലെ തന്നെ ലാലു ലക്സിന്റെ വോയിസ് എടുക്കുമായിരുന്നല്ലോ. ലാലു ലക്സിൻ്റെയും ശ്രമിക്കാം. ഓക്കെ, പേഴ്സണലായിട്ട് പറയാ, എടാ നസീറേ, നീ എനിക്കൊരു 2.5 രൂപ താ, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യാം. അത് ഞാൻ പുള്ളിയുടെ അടുത്തൊരു സിനിമയുടെ കഥ പറയാൻ പോയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു ഡയലോഗാണ്. കുറച്ച് പേരൊക്കെ എടുക്കും, പിന്നെ ഈ പറഞ്ഞ പെട്ടെന്ന് ഇങ്ങനെ അല്ല. ഒരിക്കലും ഞാൻ ഇത് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാനും ചെയ്തിട്ടില്ലല്ലോ, അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ബുദ്ധിമുട്ട് വരും. ഓക്കെ, ഏതായാലും ഇത്രയും സമയം അവർ TV 24/7 സഹകരിച്ചതിന് നസീർക്കയ്ക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം. സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ഷാജിബായിട്ട്. അപ്പോൾ ഇന്നാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് സമയം കിട്ടിയത്. അത് എന്തായാലും നല്ലൊരു മുന്നോട്ട് തന്നെ ഈ OTV ഇനിയും ഒരുപാട് ഉയരത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രോഗ്രാമുകളും വെറൈറ്റി പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് വെറൈറ്റി പരിപാടികളൊക്കെ നടത്തി ഒരുപാട് ഉയരത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.